ചൂട് കുറയ്ക്കാൻ പ്രത്യേകമായിട്ട് കോൺക്രീറ്റ് വീടുകളിലാണ് കൂടുതൽ ഈ അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളവിടെ എയർ ഗ്യാപ്പ് ആവശ്യമാണ്. കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ 3 വരി പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ 1 മീറ്ററോളം പൊക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ട്രസ് റൂഫ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൂടിനെ 70% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. കാരണം പല വീടുകളിലും ഇപ്പം കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ട്രസ് റൂഫുകൾ കഴിയുന്ന സാധാരണ ക്ലേ ഓടുകൾ നമ്മൾ ഈ സീലിങ്ങിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ ചൂട് വളരെയധികം പരമാവധി കുറയ്ക്കാൻ പറ്റും. ഷീറ്റുകളാകുമ്പം അതിഭീകരമായ ശബ്ദമലിനീകരണവും പിന്നെ ഒരു വല്ലാത്തൊരു ലുക്ക് വൈസ് ഒരു ഷീറ്റ് ഒരു ഇൻഡസ്ട്രിയൽ ഷെഡിൻ്റെ ഫീലും ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനോഹരമായ ട്രസ് റൂഫുകൾ ഡിസൈൻ ചെയ്ത് ഇത്തരം വീടുകളെ ചൂടിൽ നിന്നും ചോർച്ചയിൽ നിന്നും സ്ഥിരമായ പെയിൻ്റഡിൽ നിന്നും കൃത്യമായി രക്ഷിക്കാവുന്നതാണ്. റൂഫ് ലീക്കിന് ഒറ്റ പ്രതിവിധിയുള്ളൂ. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ മഴ കൊള്ളാതെ നിലനിർത്തുക. പലതരം ജർമ്മൻ സാങ്കേതികവിദ്യ, സ്വിറ്റ്സർലൻഡ് സാങ്കേതികവിദ്യ എന്നൊക്കെ പറഞ്ഞൊരു ചോർച്ചയോ മഴയോ എന്നൊക്കെ ചോദിച്ച് ഈ സമയത്ത് കുറേ ആൾക്കാർ പ്രത്യക്ഷപ്പെടും. അതൊക്കെ ഓരോ തരത്തിലുള്ള അരിമാവുമായിട്ട് ഓരോ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പിന്നെ കാൽസ്യമായിട്ട് ഓരോ സാധനം കുത്തി കഴിച്ച് കുഴമ്പുമാതിരി ഈ സ്ലാബിൻ്റെ മുകളിൽ പുരട്ടിപ്പോകും. അത് ചെയ്ത് കുറച്ച് കഴിയുമ്പം എക്സ്പാൻഷനും ഈ പ്രകൃതിയിലെ പിന്നെ വികാസവും സങ്കോചവും എന്ന് പറഞ്ഞ 2 സാങ്കേതിക സംവിധാനം ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ലെയറിനൊന്നും തന്നെ ഈ ടെറസിനെ നമുക്ക് കൃത്യമായിട്ടും ലീക്കൊന്നും ചൂടൊന്നും രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മഴ കൊള്ളാത്ത രീതിയിൽ ഈ റൂഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വഴി.